നമ്മൾ ചിലപ്പോൾ ഒക്കെ ഒരുപാട് സ്മാർട്ടായിട്ടുള്ള വ്യക്തികളൊക്കെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ ഇവർ വല്ലാത്തൊരു ടയേർഡായിട്ട് ഭംഗിയൊക്കെ പോയി വല്ലാത്തൊരവസ്ഥയിൽ ഇവരെ കാണാറുണ്ട്. ഇതിന് ഒരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ മെൻ്റൽ ടെൻഷൻസാണ്. ഡയറ്റ് വർക്കൗട്ടിനെക്കാട്ടി ഉപരി ഒരാളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വിഷമങ്ങൾ, ഇതൊക്കെയാണ്. ചിലർക്ക് ഫിനാൻഷ്യലായിട്ട് അവർക്ക് ഒരുപാട് നല്ല സ്ഥിതിയിൽ ജീവിച്ചിരുന്നവർ പെട്ടെന്ന് അത് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇരുന്നൊരു വ്യക്തി രോഗിയായി മാറുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് അതിനുശേഷം കാണുമ്പോൾ ഇതുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലുക്കിലോട്ട് അവർ മാറിയിട്ടുണ്ടാവും അല്ലേ. രോഗം വരുന്നത് പിന്നെ സ്വാഭാവികമാണ്. പക്ഷെ അല്ലാതുള്ള മെൻ്റൽ ടെൻഷൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വളരെ കൃത്യതയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അധികം അപകടം പിടിച്ചൊരു ഘട്ടത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി ഉള്ള ഒരു ജീവിതമാണ്. ഇപ്പോൾ വളരെയധികം ഒരു ഹൈ ലെവലിൽ ലീഡ് ചെയ്യുന്ന ജീവിക്കുന്ന ഒരു ബിസിനസ് വിമൻ, അവർ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, അത് കണ്ടിട്ട് സാധാരണ ഒരു ലെവലിൽ ജീവിക്കുന്ന സാധാരണ ഒരു ഓഫീസ് സ്റ്റാഫ്, സാധാരണ ഒരു സാലറി വാങ്ങുന്ന ഒരാളാണ്, അത് കണ്ടിട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരിപ്പോൾ വലിയ BMW കാർ എടുക്കുന്നു, വലിയ സ്ഥലങ്ങളിൽ ടൂറിന് പോകുന്നു, ഇതൊക്കെ വലിയ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ അത് അനുകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കണ്ടല്ല ജീവിക്കേണ്ടത്. നമുക്ക് സമാധാനം എന്താണ് നൽകുന്നത്? മറ്റുള്ള ഒരാൾക്ക് വലിയൊരു വീടുണ്ട്, അതനുസരിച്ച് വരുമാനം ഇല്ലാത്ത ഒരാൾ എനിക്കും അതുപോലത്തെ ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോണ്, അതിലുപരി കടം, ഒരു എത്ര വർഷം നിങ്ങൾ ആ വീട്ടിൽ ജീവിക്കുന്നു അത്രയും വർഷം നിങ്ങൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആരോഗ്യം ക്ഷയിക്കും, ലുക്ക് ഇല്ലാണ്ടാവും, നല്ല ഭംഗിയിലിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഡള്ളാവും. അതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ടെൻഷൻസ്, ഭയം, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഒരുപാട് പിശുക്ക് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്താണ് സന്തോഷം നൽകുന്ന ആ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യത്തിൽ കൂടെ ഒരുപാട് സന്തോഷം കിട്ടുമല്ലോ, അതനുസരിച്ച് വേണ്ടേ നമ്മൾ ജീവിക്കാനായിട്ട്. അങ്ങനെ വേണം ജീവിക്കാൻ. അല്ലാതെ മറ്റുള്ളവരെ പോലെ ആവണം, മറ്റുള്ളവരെ പോലെ ആയില്ലെങ്കിൽ സമൂഹം എങ്ങനെ കരുതും എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടെ വരുമാനത്തിലേക്ക് അവരവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സ്മൂത്തായിട്ട്, ഒരുപാട് കടമൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. അതായിരിക്കും നല്ലത്. താങ്ക് യു.